അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, ഉംറ യാത്രക്ക് തയ്യാറെടുക്കുന്ന, ഹജ്ജ് യാത്രക്ക് തയ്യാറെടുക്കുന്ന ഓരോരുത്തരോടുമായി ആദ്യമായി പറയാനുള്ളത്, ടെൻഷൻ ഫ്രീ ആവുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്ക് ലഭിക്കുന്ന സുപ്രധാനമായ ഇബാദത്താണ് ഉംറയും അതേപോലെ തന്നെ ഹജ്ജും. അതുകൊണ്ട് എന്താകും എന്ന തരത്തിലുള്ള അനാവശ്യമായ ആശങ്കകൾ ആവശ്യമില്ല. നമ്മൾ പോകുന്നത് റബ്ബിൻ്റെ അടുത്തേക്കാണ്, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി ലോകത്താദ്യമായി നിർമ്മിച്ചിട്ടുള്ള കഅബാലയത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നാൽ നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ ഒരുക്കത്തോടുകൂടി പോവുക എന്നത് പോകാൻ പറഞ്ഞ റബ്ബ് തന്നെ നമ്മോട് തസവ്വദു, നിങ്ങൾ യാത്രാ വിഭവങ്ങൾ ഒരുക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചില ഒരുക്കങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനം, നമ്മൾ ഹജ്ജ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഉംറ ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. ഹജ്ജ് ചെയ്യാൻ വേണ്ടി, ഉംറ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ആളുകൾ, അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് സൗകര്യമൊത്തു വന്നാൽ, അവിടേക്ക് പോകാനുള്ള വഴി ഒത്തുവന്നാൽ നിങ്ങൾ ഹജ്ജിന് പോകണം എന്നാണ്. അതിലേറ്റവും പ്രധാനമാണ്, ഒന്ന് സമ്പത്ത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് പ്രധാനമാണ്. മറ്റൊന്ന് ആരോഗ്യം. മറ്റൊന്ന് നമ്മളുടെ യാത്രാ സൗകര്യങ്ങൾ അഥവാ ഗതാഗത സൗകര്യങ്ങൾ റെഡിയാവുക എന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നമ്മുടെ ആരോഗ്യം ശരിയാകൽ. കാരണം നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലല്ലേ പോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, അൽ ഖവിയ്യുൽ അമീൻ. മൂസാ നബി അലൈഹിസ്സലാം ശക്തവാനായിരുന്നു, വിശ്വസ്തനായിരുന്നു. അപ്പോൾ ഒരു പ്രവാചകൻ്റെ പ്രത്യേകതയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തെ എടുത്തു പറയുകയാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിലും നമുക്ക് കാണാൻ പറ്റും, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നിടത്ത് പടച്ചവനെ ഇബാദത്തെടുക്കാനുള്ള സഹായം അതും പെടും എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരാധനകൾക്ക് ആരോഗ്യം പ്രധാനമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നാൽ രോഗികളായ ആളുകൾ ഒരു പക്ഷേ വിചാരിക്കും, ഞാൻ രോഗിയാണല്ലോ, അപ്പോൾ ഇതൊന്നും എനിക്കാകെ പ്രയാസമാവുമോ? അവിടെയും ഇസ്ലാമിന് കൃത്യമായ മറുപടിയുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം, ശാന്തി എന്നാണല്ലോ അതിൻ്റെ ആകത്തുക. രോഗം പരീക്ഷണമാണ്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് രോഗം ബാധിച്ചിട്ടുണ്ട്, റസൂലുള്ള രോഗം കൊണ്ട് കിടന്നിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രോഗമാകുമ്പോൾ ഒരു മുള്ളുകുത്തിയാൽ പോലും പ്രതിഫലമാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചുവെങ്കിൽ അത് നമുക്ക് പ്രതിഫലാർഹമാണ്. അപ്പോൾ രോഗത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ പ്രയാസം അനുഭവിക്കുന്നതിന് നമുക്ക് തീർച്ചയായും പ്രതിഫലം ലഭിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായി വെള്ളം കുടിക്കുക എന്നതാണ്. കേരളത്തിലാകട്ടെ എവിടെയാകട്ടെ നമുക്ക് വെള്ളം ലഭ്യമാകും. പലരും ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതുകൊണ്ട് പലപ്പോഴും അവരുടെ ശരീരത്തിൽ ആവശ്യമായത്ര വെള്ളമില്ലാത്തതുകൊണ്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒരു കൂടുതൽ മഞ്ഞ നിറമാവുക, മഞ്ഞപ്പിത്തമല്ലാതെ തന്നെ. എൻ്റെ കാര്യം, വെള്ളം കൂടി കുറഞ്ഞപ്പോൾ മൂത്രത്തിൽ നിന്ന് ശരീരം വെള്ളം തിരിച്ചെടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ. അതുകൊണ്ട് ധാരാളമായി വെള്ളം കുടിക്കണം, ഇവിടുന്നും യാത്രയിലും അവിടെ എത്തിയാലുമൊക്കെ. അതോടൊപ്പം നമ്മുടെ ശരീരത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ചില വൈറ്റമിൻസും കാൽസ്യവും ഒക്കെ ആവശ്യമുണ്ടാകും. അത് നമുക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ കണ്ട് ഏത് വൈറ്റമിനാണ്, കാൽസ്യം നമ്മൾ കഴിക്കേണ്ടതുണ്ടോ തുടങ്ങിയ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ആവശ്യമായ വൈറ്റമിൻസ് എടുക്കുക എന്നതും നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉംറ യാത്ര, ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് സാധാരണ യാത്രയല്ല. നമ്മൾ ചില ആളുകൾ പറയും, ഞാൻ UAE-യിലാണ്, ഞാൻ കുവൈത്തിലാണ്, ഞാൻ ഇഷ്ടം പോലെ തവണ ഡൽഹി പോയി വന്നിട്ടുണ്ട്, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന മനസ്ഥിതി ശരിയല്ല. കാരണം ഒന്ന്, ഹജ്ജിൻ്റേത് സാധാരണ ശരാശരി 1.5 മാസം എടുക്കും, ഉംറയുടേത് 3 ആഴ്ച ശരാശരി എടുക്കും. ഇനി നമ്മൾ ചെല്ലുന്ന സ്ഥലമോ, ആ ചെല്ലുന്ന സ്ഥലം ധാരാളം ആളുകൾ
ഒത്തുചേരുന്ന സ്ഥലങ്ങളാണ്. ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒരേ സ്ഥലത്ത് ഒത്തുചേരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഒരു സാധാരണ യാത്രയായി ഒരിക്കലും ഇതിനെടുക്കരുത്. പോകുന്നതിന് മുമ്പ്, നമ്മൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ്, ഉംറക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം നന്നായി നിയന്ത്രിക്കണം. കാരണം സൽക്കാരങ്ങളുടെ പരമ്പര വരുമ്പോൾ അത് നമ്മുടെ യാത്രയെ ബാധിക്കാൻ സാധ്യത. പ്രത്യേകിച്ച് യാത്ര പോകുന്ന ദിവസത്തിൻ്റെ 3-4 ദിവസം മുമ്പ് നമ്മൾ മറ്റ് യാത്രകളും അതേപോലെ സൽക്കാരങ്ങളും ഒക്കെ ഒഴിവാക്കുക. കാരണം ആ കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞാൽ അവർക്കും മനസ്സിലാകും, ശരിയാ, അങ്ങനെ ആ ഒരു അവസ്ഥ ഇതോ നാവിനും നാട്ടുകാർക്കും ഇഷ്ടമുള്ളത് മാത്രം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കൂടിച്ചേരലുകൾ, പരമാവധി കൂടിച്ചേരലുകൾ നമ്മൾ ഒഴിവാക്കുക. വിവാഹം പോലെയുള്ള, അതേപോലെ തന്നെ സമ്മേളനങ്ങൾ പോലെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ അനിവാര്യമായി പോകണമെങ്കിൽ തീർച്ചയായും നമ്മൾ മാസ്ക് ഉപയോഗിക്കുക എന്നത് പ്രധാനമാണ്. കാരണം മാസ്ക് വായുജന്യ രോഗങ്ങൾ നമ്മൾക്കത് തെളിഞ്ഞതാണല്ലോ. നമുക്കറിയാം, ഒരാൾ തുമ്മുന്നു, ബസ്സിൽ നിന്ന് തുമ്മുന്നു, തൊട്ടടുത്ത് നമ്മളുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടിയുണ്ടെങ്കിൽ ആ തുമ്മൽ ശ്വസിച്ചാൽ നമുക്ക് പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ ആ ജലദോഷം നമുക്കും വരും. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിച്ചാൽ യാത്ര ജലദോഷത്തോടുകൂടി, ചുമയോടുകൂടി ആകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഒരു രോഗം, അതിൻ്റെ രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് നമുക്ക് പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ നമുക്ക് രോഗം വരിക എന്ന് വിചാരിക്കുക. എങ്കിൽ ആ രോഗലക്ഷണങ്ങൾ പുറത്തു വരുന്നത് വരെയുള്ള സമയം, രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പുറത്തു വരുന്നത് വരെയുള്ള സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഉദാഹരണമായി, സാധാരണ നമ്മുടെ നാട്ടിലുള്ള മഞ്ഞപ്പിത്തം, നമ്മളൊരു കല്യാണത്തിനോ മറ്റോ പോയി അവിടെ ശരിയല്ലാത്ത വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചത്, അങ്ങനെ മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗാണു നമ്മുടെ ശരീരത്തിൽ എത്തിയെന്ന് കരുതുക. എങ്കിൽ രോഗം ലക്ഷണങ്ങൾ പുറത്തു വരാൻ 1.5 മാസം വരെ എടുക്കാം. ഇത് പല രോഗങ്ങൾക്കും ഇൻക്യുബേഷൻ പീരീഡ് പലതാണ്. ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല, ശ്രദ്ധിക്കാൻ പറയുന്നതാണ്. എന്താണ് ഈ കൂടിച്ചേരലുകളിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. അതോടൊപ്പം തന്നെ യാത്രക്ക് മുമ്പ് നമ്മൾ നടത്തം ശീലിക്കണം. കാരണം നമുക്ക് മക്കയിൽ ലഭ്യമാകുന്ന റൂമിൽ നിന്ന് ഒരുപക്ഷെ ധാരാളം ദൂരം നമ്മൾ ഹറമിലേക്ക് നടക്കേണ്ടി വരും. ത്വവാഫ് 7 പ്രാവശ്യം, നല്ല തിരക്കുണ്ടെങ്കിൽ വലിയ ദൈർഘ്യം വരും. സഫാ മർവക്കിടയിൽ 7 പ്രാവശ്യം. അതേപോലെ തന്നെ ഹജ്ജിലാകുമ്പോൾ ഇതിനോടൊപ്പം തന്നെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് ഉള്ള നടത്തം. ഇതൊക്കെ ഒരു പെട്ടെന്നൊരു നടത്തം തുടങ്ങുമ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ട് മനസ്സൊരുങ്ങണം. ഇങ്ങനെ ധാരാളമായി നടക്കേണ്ടി വരും എന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അത് നമുക്ക് കഴിയും. ഈ ഹജ്ജിന് പോകുന്ന ആൾക്കാർ, ഉംറക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ പൂർത്തിയാക്കിയിട്ടല്ല വരുന്നത്. തീരെ കഴിയാത്തപ്പോൾ അവിടെ നമുക്ക് ആവശ്യമായ വണ്ടികൾ വരും, അതിലിരുന്ന് നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിയും. എന്നാൽ പെട്ടെന്ന് കൂടുതൽ നടക്കുന്നതിന് പകരം നേരത്തെ തന്നെ അതിന് റെഡിയാവുക. ഉദാഹരണമായി കേരളത്തിലൊരു സ്ഥലം എടുക്കുക, കണ്ണൂരിലെ തൊട്ടടുത്തൊരു സ്ഥലമാണ് താഴെ ചൊവ്വ. ഈ കണ്ണൂരിൽ നിന്ന് താഴെ ചൊവ്വയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് 3 കിലോമീറ്റർ ഉണ്ട്. ഒരാൾക്ക് ചിന്തിക്കാനേ കഴിയില്ല നാട്ടിൽ നിന്നാകുമ്പോൾ. എന്നാൽ ഒരുപക്ഷെ നമ്മൾ ഹറമിലെത്തിയാൽ, ഹജ്ജിലെത്തിയാൽ ഒരുപക്ഷെ 3 കിലോമീറ്ററൊക്കെ ഒരു സാധാരണ ദൂരമായി നമ്മൾ കാണേണ്ടി വരും. അപ്പം അതുകൊണ്ട് നടത്തം ശീലിക്കുക. നമ്മൾ അപകടം പറ്റാത്ത മെയിൻ റോഡ് സൈഡൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ അപകടം പറ്റിയേക്കാം. അങ്ങനെ അപകട സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ നമ്മളും ഒപ്പമുള്ള ആൾക്കാരൊക്കെ കൂടി നന്നായി നടന്ന് ശീലിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം അതിനുവേണ്ടി ധാരാളമായി നടക്കേണ്ടി വരും എന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. പെട്ടെന്ന് നമ്മൾ നടന്നാൽ, ദീർഘമായ നടത്തം പെട്ടെന്ന് വന്നാൽ മസിലും ജോയിൻറ്റിനൊക്കെ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്ക് നടത്തം അങ്ങ് തുടങ്ങുന്നതിന് പകരം ശീലിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ വെയിൽ ശീലിക്കുക. കാരണം വെയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ AC ടു AC പലപ്പോഴും വീട്ടിൽ നിന്ന് AC ഇറങ്ങി AC കാറിലേക്ക് കയറി AC ഉള്ള ടെസ്സേഴ്സ് കയറി, അതൊന്നും കുഴപ്പമില്ല. എന്നാൽ ഹറമിലാകുമ്പോൾ റൂമിൽ AC ഉണ്ടാകും. നമ്മൾ ഒരു പക്ഷേ ദൂരെയാണെങ്കിൽ ബസ്സിൽ AC ഉണ്ടാകും. പക്ഷേ നമ്മൾ കുറേ നേരം നമ്മൾ വെയിൽ കൊണ്ട് നടക്കേണ്ടി വരും. ഹറമിൻ്റെ ചുറ്റുഭാഗത്ത് AC ഇല്ല. അതേപോലെ തന്നെ അറഫയിൽ മൈതാനിയിൽ AC ഇല്ല. ഇങ്ങനെ നടക്കേണ്ടി വരുമ്പോൾ അതൊരു അസാധാരണത്വം വരാതിരിക്കാൻ നമ്മൾ ബോധപൂർവം പോയി വെയിൽ കൊള്ളണമെന്നല്ല, പക്ഷേ വെയിൽ സ്വാഭാവികതയിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പാകപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഈ മുട്ടിന്, ഇടുപ്പിനൊക്കെ വേദനയും പ്രയാസമുള്ള ആൾക്കാർ അതൊരിക്കലും നിസ്സാരമായി കാണരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം അവിടെ എത്തി നമുക്ക്
മുട്ടുവേദന വന്നു, നമുക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് വന്നാൽ നമുക്ക് മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഡോക്ടറെ കാണിക്കണം. അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കുക. ഇപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും CHCകളിലും അതേപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അവരുടെ സേവനം നമുക്ക് സൗജന്യമായി കിട്ടും. അതല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് നമ്മുടെ വിഷയം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പ്. നമുക്കറിയാം ഹജ്ജിന് പോകുമ്പോൾ 2025 മെനിഞ്ചൈറ്റിസും പോളിയോയും പ്രായമുള്ള ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും ഇൻഫ്ലുവൻസയും കൊടുക്കണമെന്ന് പറഞ്ഞത് ഇന്ത്യ ഗവൺമെൻറ് അല്ല, മറിച്ച് സൗദി ആരോഗ്യ മന്ത്രാലയമാണ് പറയുന്നത്. എന്തിനാണ് ഈ പ്രതിരോധ കുത്തിവെപ്പ്? നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു രോഗം വരാതിരിക്കാൻ നേരത്തെ നമ്മൾ ഒരുങ്ങുക എന്നതാണ്. 140ഓളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാർ അവിടെ വരും. അവർ പലതരത്തിലുള്ള രോഗികളാകും. ഹറമിൽ വന്നാൽ ആർക്കും രോഗം കിട്ടുന്നതല്ല എന്ന് ആയത്തോ ഹദീസോ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനാണ് രോഗം വരും മുമ്പ് തന്നെ സൗദി ആരോഗ്യ മന്ത്രാലയം വരാതിരിക്കാൻ വേണ്ടി കുത്തിവെപ്പ് എടുക്കാൻ പറയുന്നത്? ഏതായാലും അത് ഞാൻ എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കുട്ടികളുടെ കുത്തിവെപ്പിലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. കുട്ടികളെ കുത്തിവെപ്പിനെ പറ്റി സൗദിയിലെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആധികാരിക പണ്ഡിത സംഘം ലജ്നയുടെ മഹാപണ്ഡിതനായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ്. അദ്ദേഹത്തോട് കുട്ടികളുടെ കുത്തിവെപ്പിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ അജുവ കാരക്ക 7 കഴിക്കാൻ പറഞ്ഞു. ആ 7 കഴിച്ചാൽ വിഷബാധ ഏൽക്കില്ല, സിഹിർ ഏൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, ഒരു വിഷബാധ ഏൽക്കുക എന്ന നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഒഴിവാകാൻ വേണ്ടി നേരത്തെ തന്നെ പ്രതിരോധ നടപടിയെടുക്കാൻ റസൂലുള്ള പറഞ്ഞില്ലേ? അതേപോലെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് ചില രോഗങ്ങൾ ചില കാരണങ്ങളാൽ വരുമെന്നത്. അതുകൊണ്ട് അത് തടയാൻ വേണ്ടി കുത്തിവെപ്പ് എടുക്കുന്നതിന് വിരോധമില്ല. സൗദിയിലുള്ള പ്രതിരോധ കുത്തിവെപ്പിൻ്റെ കാർഡ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ കുട്ടികൾക്ക് നാട്ടിൽ കൊടുക്കുന്ന കുത്തിവെപ്പിനേക്കാൾ എത്രയോ കൂടുതലാണ് അവിടെയുള്ള കുത്തിവെപ്പിൻ്റെ എണ്ണം. അതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്, നമ്മൾ പോളിയോ എടുക്കും ഹജ്ജിന് പോകുമ്പോൾ, കുട്ടികൾക്ക് പോളിയോ കൊടുക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ മതപരമായി തന്നെ ഒരു രോഗം, നമ്മളെ പേപ്പട്ടി കടിച്ചു, നമ്മൾ എന്തിനാണ് കുത്തിവെപ്പ് എടുക്കുന്നത്? ഒരു പക്ഷേ അത് ഇളകിയ പേപ്പട്ടിയാകാം, നമുക്കറിയില്ല. അഥവാ അങ്ങനെയാണെങ്കിൽ നമ്മൾ നിരന്തരമായി പോയി എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു കൺഫ്യൂഷൻ നമുക്ക് ആവശ്യമില്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ നമ്മൾ ചെരുപ്പ്, ഏതായാലും ഹറമിലൊക്കെ പോകുമ്പോൾ പുതിയ ചെരുപ്പ് വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കും, നല്ല കാര്യമാണ്. പക്ഷേ പുതിയ ചെരുപ്പ് അവിടെ പോയി പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ കാല് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപയോഗിച്ച ചെരുപ്പ്, പുതിയതായിക്കോട്ടെ, ഒരു 4-5 ദിവസം ഇവിടെ നിന്ന് ഉപയോഗിച്ച ചെരുപ്പാണ് നമ്മൾ അവിടെ വെച്ച് ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം ഒന്നിലധികം ചെരുപ്പ് നമ്മൾ കരുതുകയും വേണം. അതോടൊപ്പം തന്നെ സൺഗ്ലാസ്, അത് വളരെ പ്രധാനമാണ്. നല്ല ചൂടാകും, ഒന്ന് ചൂടിൽ നിന്നുള്ള ആ വെയിൽ നിന്നുള്ള സംരക്ഷണവും കണ്ണിനൊരു തണുപ്പും കിട്ടുന്ന ഒരവസ്ഥയിൽ നല്ല ക്വാളിറ്റിയുള്ള സൺഗ്ലാസ്, അതും ഒന്നിലധികം കരുതാൻ, നഷ്ടപ്പെട്ടു പോയാൽ ഉപയോഗിക്കാൻ വേണ്ടി ഒന്നിലധികം കരുതാൻ നമ്മുടെ അടുത്ത്. അതോടൊപ്പം തന്നെ ORS ലായനി വളരെ നല്ലതാണ്. കാരണം ORS നമ്മൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടാൻ, എപ്പോഴും ഉപ്പിട്ട കഞ്ഞിവെള്ളമായിട്ട് നടക്കാൻ കഴിയില്ലല്ലോ, അതിൻ്റെ ഗുണം കിട്ടുന്ന, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ആ പാക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ക്ഷീണം വരുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നിയമപ്രകാരം കുടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മാസ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഹറമിലേക്ക് പോകുമ്പോൾ മാസ്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് കരുതുക. പ്രതിരോധ ശക്തി കുറഞ്ഞ ആളുകൾക്ക് ഒരു 4 ദിവസം കഴിഞ്ഞാൽ ചില ആൾക്കാരെ ഹറം കാണൂല. മുമ്പ് ജലദോഷം പിടിച്ച് ചുമ വന്ന് ശബ്ദമൊന്നുമില്ല, നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ ശബ്ദം ഇല്ലാത്തൊരവസ്ഥയിലായിപ്പോയി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ കൊറോണ കാലം 2019-20 കാലഘട്ടം, ആ സന്ദർഭത്തിൽ ഹജ്ജിൽ 25,000-ഓളം തീർത്ഥാടകർ, ലോകത്തെല്ലാവരും അടങ്ങി നിൽക്കുമ്പോൾ 25,000 ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം കൊടുത്തു സൗദി. തവാഫിൽ 2 മീറ്റർ അകലം, മിനയിലെ ടെൻറ്റിൽ ഓരോ ആളും 2 മീറ്റർ അകലം, ഇങ്ങനെ 25,000 ആളുകളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ പ്രശംസ പിടിച്ചു പറ്റി. ആ സമയത്ത് അവിടെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മാസ്ക് ഇട്ടിരുന്നു. അപ്പം മാസ്ക് വസ്ത്രത്തിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ മാസ്ക് ഉപയോഗിക്കാം.
അത് ഒരു പ്രതിരോധ നടപടിയാണ്. നമുക്ക് വായുജന്യ രോഗങ്ങൾ വരാതിരിക്കാൻ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപക്ഷെ തീരെ അസുഖമില്ലാതെ വരെ, ഈ വായുജന്യ രോഗങ്ങൾ തീരെ ഇല്ലാതെ വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി N95 മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല കാര്യമാണ്. അതുകൊണ്ട് മാസ്ക് ഉപയോഗിക്കുക എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മങ്കി ക്യാപ്പ് നന്നാകും. അങ്ങനെ അവർക്ക് പെട്ടെന്ന് നമ്മുടെ മുടിയൊക്കെ മുട്ടയടിച്ച് കഴിഞ്ഞാൽ നേരെ ശക്തമായ AC ഹറമിൽ വരുന്നു, പുറത്തിറങ്ങിയാൽ നല്ല ചൂടും വരുന്നു. അങ്ങനെയല്ല, ചില ആൾക്കാർക്ക് തൊപ്പി പറ്റും. ഇതൊക്കെ നമ്മൾ നേരത്തെ കരുതുന്നത് നന്നായിരിക്കും. അങ്ങനെ ഒരു ടൂൾ ബോക്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതിൽ കുട എന്നത് വളരെ പ്രധാനമാണ്. കുട നമ്മുടെ ബാഗിൽ ഒന്നുണ്ടായാൽ നമുക്ക് പലപ്പോഴും വലിയൊരു ആശ്വാസമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ നടത്തണം. നമ്മളെക്കുറിച്ച് നമ്മൾ ഡോക്ടറോട് വിശദമായി സംസാരിച്ച്, പ്രത്യേകിച്ചൊരു രോഗിയൊക്കെ ആണെങ്കിൽ, നമ്മളൊരു സ്ഥലത്ത് പെട്ടെന്ന് ബോധം കെട്ട് വീടുമെന്ന് കരുതുക എങ്കിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ID കാർഡ് നമ്മുടെ കീശയിൽ, നമ്മുടെ കഴുത്ത് തൂക്കിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഹാൻഡ് ബാഗിൽ ഒരു കുറിപ്പ്, നമ്മുടെ ഡയഗ്നോസിസ്, നമ്മുടെ രോഗം ഇന്നതാണ്, ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഇന്നതൊക്കെയാണ് എന്ന് വ്യക്തമായി കാണുന്ന ഒരു കുറിപ്പുണ്ടെങ്കിൽ നമ്മളെ ഏത് ക്ലിനിക്കിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയാലും അവർക്ക് വളരെ എളുപ്പമാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ. അതുകൊണ്ട് ആ ഒരു കുറിപ്പ് നമ്മുടെ അടുത്തുണ്ടാകണം. അതോടൊപ്പം ഒരു ദന്ത പരിശോധനയും നമുക്ക് നന്നായിരിക്കും. അതോടെ തന്നെ ഡോക്ടറെ കാണുമ്പോൾ മൈഗ്രെയിനുള്ള ആൾക്കാരുണ്ടാവും, സന്ധിവേദനയുള്ള ആൾക്കാരുണ്ടാവും, മൂത്ര തടസ്സമുള്ള ആൾക്കാരുണ്ടാവും, മലബന്ധമുള്ള ആൾക്കാരുണ്ടാവും, ഗർഭപാത്രം ഇറങ്ങിയ ആൾക്കാരുണ്ടാവും, ക്രമം തെറ്റിയിട്ട് ആർത്തവം വരുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് തുറന്ന് സംസാരിക്കണം. എന്നിട്ട് ആവശ്യമായ മരുന്നുകൾ നമ്മൾ വാങ്ങണം. അതിന് നമ്മൾ സമയം കാണണം. അതോടൊപ്പം പല്ലിൻ്റെ കാര്യം പറഞ്ഞു. പല്ലിന് പഴുപ്പുണ്ടാകുന്ന ആൾക്കാർ, അതേപോലെ തന്നെ മോണക്ക് രോഗമുള്ള ആൾക്കാർ, ഇതൊന്നും അവസാന സമയത്തേക്ക് വെക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ വിമാനത്തിൽ കയറുമ്പോൾ ഒരു പടച്ചോനെ പല്ലുവേദന തുടങ്ങിയാൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ തവാഫ് തുടങ്ങുമ്പോൾ പല്ലുവേദനയോട് കൂടി ആയിപ്പോകും. അതുകൊണ്ട് ഇനി ദന്തരോഗം ഇല്ലെങ്കിലും ഒരു ഡോക്ടറെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് വിരോധമില്ല. അതുകൊണ്ട് ആ കാര്യം. അതോടൊപ്പം തന്നെ ശുചീകരണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? സത്യവിശ്വാസികൾക്ക് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ 5 നേരവും പല്ല് തേക്കുന്നത് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്നാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ല് തേക്കണം, ഉണർച്ചയിൽ പല്ല് തേക്കണം, ഭക്ഷണം കഴിച്ചാൽ പല്ല് തേക്കാം, റസൂലുള്ള വീട്ടിലേക്ക് വന്നാൽ പല്ല് തേക്കുമായിരുന്നു. അപ്പോൾ ഈ ഹജ്ജോടുകൂടി, ഈ ഉംറയോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുക. നമ്മൾ ഹറമിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉദു എടുക്കൂലേ, അപ്പോൾ നമ്മുടെ അടുത്ത് ബ്രഷ് ഇല്ലേ, അപ്പോൾ അവിടെ നമുക്ക് പല്ല് തേച്ചാൽ, നമ്മുടെ ബാഗിലൊരു ബ്രഷ് വെച്ചാൽ ഹറം നമുക്ക് ഉപയോഗിച്ചുകൂടെ? അല്ലെങ്കിൽ അറാക്ക് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കൂടി ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിസ്സാരമായി കാണരുത്. കണ്ണട ഏതെങ്കിലും വാങ്ങി വെക്കരുത്. കാഴ്ച പരിശോധിച്ച ശേഷമായിരിക്കണം. അതോടൊപ്പം ഒന്നിലധികം കണ്ണട ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കഴുത്തിൽ തൂക്കിയിടുന്നതാണെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയിൽ വളരെ സാധ്യതയുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അത് തടയാനും നമുക്ക് സാധിക്കും. മറ്റൊന്ന്, നമ്മുടെ കഴിക്കുന്ന മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി തുടരുക. നമ്മുടെ സ്വന്തം തീരുമാനമല്ല. അത് പ്രമേഹമുള്ള ആൾക്കാരുണ്ടാകും, പ്രഷർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗം, വൃക്കരോഗം, ആസ്മ, മൈഗ്രെയിൻ, അതേപോലെ തന്നെ ഗ്യാസ് ട്രബിൾ, മാനസിക രോഗം, ഇങ്ങനെ പലതും ഉണ്ടാകാം. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബാധകം എനിക്കറിയില്ല, ഒന്നും ബാധകമല്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെ ഉള്ളവർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടെ മരുന്നുകൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കണം. ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പഴയ മരുന്ന് അറിയാതെ ഫാർമസിസ്റ്റ് എടുത്തു തന്നാൽ അത് നമുക്കതിൻ്റെ ഗുണം കിട്ടില്ല. ഏതെങ്കിലും ഒരു പരിശോധനക്ക് ആരെങ്കിലും വന്നാൽ അതും നമുക്ക് ബുദ്ധിമുട്ടാകും. അത് ക്വാളിറ്റിയുള്ള കമ്പനിയുടെ മരുന്ന് വാങ്ങാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ പെട്ടെന്ന് നിർത്താൻ പാടില്ല. പ്രമേഹം ഏതായാലും ഹറമിലേക്കല്ലേ പോകുന്നത്, ഹൃദ്രോഗമുണ്ട് അല്ലെങ്കിൽ BP ഉണ്ട്, അതൊന്നും സാരല്ല, സാരമുണ്ട്. കാരണം തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ ഒട്ടകത്തെ കെട്ടിയിടണോ അതോ തവക്കുലാക്കണോ? റസൂല പറഞ്ഞത് കെട്ടിയിട്ടിട്ട് തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടാലും ഒട്ടകം നഷ്ടപ്പെട്ടു പോകാൻ പല സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുഖേന, കാരണങ്ങൾ മുഖേന നമ്മൾ ചെയ്യുക, എന്നിട്ട് പടച്ചോനിൽ തവക്കുലാക്കുക. അതുകൊണ്ട് ഇത്തരം രോഗങ്ങളുടെ മരുന്ന് പെട്ടെന്ന് നിർത്തിയാൽ അത് നമ്മെ നന്നായി ബാധിക്കും. മാനസിക രോഗമുള്ള ഒരാൾ മാനസിക രോഗം ഒന്ന് മാറിപ്പോവും, ഹറമിക്കല്ല പോകുന്നത്, അപ്പോൾ അവിടെ നമ്മൾ മരുന്ന് ഉപയോഗിക്കുക. ഒരുപക്ഷെ അയാൾ വയലൻ്റ് ആയാൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് മരുന്നുകൾ പെട്ടെന്നൊരു കാരണവശാലും നമ്മുടെ തീരുമാനപ്രകാരം നിർത്താൻ പാടില്ല. മറ്റൊന്ന്, മരുന്നുകൾ കഴിക്കുന്ന വിധം വ്യക്തമായി എഴുതണം. കാരണം നമുക്ക് മറ്റൊരാൾ സഹായിക്കേണ്ടി വന്നാൽ ആ കവറിൻ്റെ മുകളിൽ വ്യക്തമായതുണ്ടാകണം. അതേപോലെ തന്നെ മരുന്ന് ഹാൻഡ് ബാഗിൽ കുറച്ചുണ്ടാകണം.
നമ്മൾ യാത്ര പുറപ്പെട്ടു, ഏതോ ഒരു എയർപോർട്ടിലെത്തിയപ്പോൾ വിമാനത്തിനൊരു തകരാറ് സംഭവിച്ചു എന്ന് കരുതുക. അപ്പോൾ 1-2 ദിവസം ഒരു സ്ഥലത്ത് തങ്ങിപ്പോയാലും നമ്മുടെ മരുന്നുകളൊക്കെ ഉള്ളത് ലഗേജിലാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? അപ്പോൾ ഇവിടെ മരുന്നുണ്ടാവില്ല. അപ്പോൾ 2-3 ദിവസത്തെ മരുന്ന് നമ്മൾ ഹാൻഡ് ബാഗിൽ വെക്കുക. ബാക്കി മരുന്നുകൾ സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്ക് ലഗേജിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മരുന്നുകൾ സംബന്ധിച്ച് നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർക്ക് ഒരു ബോധ്യം, ഞാനിങ്ങനെ പ്രഷറിൻ്റെ ഗുളിക കുടിക്കുന്ന ആളാണ്, ഹൃദ്രോഗത്തിൻ്റെ ഗുളിക കുടിക്കുന്ന ആളാണ് എന്ന നിലക്ക് നമ്മുടെ നമ്മുടെ റൂമിലും നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും അല്ലാത്ത സുഹൃത്തുക്കൾക്കുമൊക്കെ ആ മരുന്നിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകണം. അതോടൊപ്പം നമ്മൾ ലഗേജ് കെട്ടുന്ന കാര്യത്തിൽ ഈ വാപ്പ ഒന്നിനും ഇടപെടേണ്ട, അമ്മ ഒന്നിനും ഇടപെടേണ്ട, ഒക്കെ ഞങ്ങൾ ചെയ്തോളൂ, സേവനാണ്. എന്നിട്ട് ഈ ലഗേജിൽ എവിടെയാണ് മരുന്ന്, എവിടെയാണ് കണ്ണട വെച്ച്, ഇതൊന്നും അറിയാതെ ആകെ പ്രയാസപ്പെടും. അതുകൊണ്ട് അവർ നമുക്ക് സേവനം ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ അവിടെ ഇരിക്കണം. ഒരു സ്റ്റൂൾ ഇട്ട് കസാല ഇട്ടിട്ട് എവിടെയാണ് ലഗേജിലുള്ള ഓരോ സാധനങ്ങളും എവിടെ വെക്കുന്നു എന്നത് നമ്മൾ ശരിക്ക് ആദ്യം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ പ്രമേഹ രോഗികളെ കാര്യം ഒന്ന് പ്രത്യേകം പറയാണ്, സ്ഥിരമായി കാണുന്ന ഡോക്ടറെ നമ്മൾ കാണിക്കണം. ഇൻസുലിൻ ഉപയോഗിക്കാൻ വേണ്ടി ഇൻസുലിൻ പെൻ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടി കോൾഡ് ചേംബർ സൗകര്യം ഒതുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്ലൈഡിൽ കാണുന്നത് പോലെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ നമ്മളൊരു ഒഴുക്കാണ്, പ്രത്യേകിച്ച് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് ലോകത്തുള്ള മുഴുവൻ ആളുകളും സുമ്മ അഫീദു മിൻ ഹൈസു അഫാലന്നാസ് വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹു ഗഫൂറുർ റഹീം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒഴുക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ദീർഘമായ നടത്തത്തിൽ ഒരുപക്ഷെ നമ്മുടെ തുട പൊട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തടിച്ച പ്രകൃതിയൊക്കെ ആണെങ്കിൽ തുടയിൽ പൊട്ടുവരും. അങ്ങനെ പൊട്ടൽ വന്നാൽ എന്ത് ചെയ്യണം? നമുക്ക് ആ നടത്തം തുടരണമല്ലോ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ അതിനുള്ള ഓയിൻമെൻറ്റും നമ്മൾ നേരത്തെ തന്നെ കരുതുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തലകറക്കം അനുഭവപ്പെട്ടു എന്ന് കരുതുക. ഇതുവരെ തല കറങ്ങാത്ത ഒരാളാണ് നമ്മൾ, ഏതോ കാരണത്താൽ തല കറങ്ങി, അല്ലെങ്കിൽ തല കറങ്ങുന്ന ഒരാളെ നമ്മൾ തൊട്ടടുത്ത് കണ്ടു, എന്തു ചെയ്യും? ഒരു ഡോക്ടറെ അടുത്തുണ്ട്, എന്ത് ചെയ്യണം? അതാ പറയാൻ പോകുന്നത്. ഒന്ന്, ഉടൻ കിടക്കണം. 2, കാൽഭാഗം ഉയർത്തി വെക്കണം. മറ്റൊന്ന്, മെഡിക്കൽ സഹായം തേടണം. ഇൻഷാ അല്ലാഹ് മെഡിക്കൽ സഹായം അവിടെ എത്തും, അവിടുത്തെ സംവിധാനം മെഡിക്കൽ സഹായം അവിടെ എത്തും. അതുകൊണ്ട് തലകറക്കം നടന്നാൽ കുറച്ചുകൂടി നടക്കട്ടെ എന്ന് വിചാരിക്കരുത്. ഇരിക്കുകയല്ല വേണ്ടത്, കിടക്കുകയാണ് വേണ്ടത്. കാൽഭാഗം ഉയർത്തണം. മറ്റാർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടാൽ നമ്മൾ ആ കാര്യം അവർക്ക് സഹായിച്ചു കൊടുക്കുകയും വേണം. അതോടൊപ്പം വളരെ സിമ്പിളായ ഒരു കാര്യം, സംസം വെള്ളം, തേൻ, കരിഞ്ജീരകം, അത്തിപ്പായം ഞാൻ കൂട്ടിച്ചേർത്താൻ ഖുർആൻ പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് സംസം വെള്ളം, അത് നമുക്കറിയാം. നമ്മളിപ്പോൾ പിന്നെ ഹറമിലേക്ക് പോയി തവാഫ് ചെയ്യാൻ വിചാരിക്കാം. ആ തവാഫ് കഴിഞ്ഞാൽ നമുക്ക് സംസം വെള്ളം കുടിക്കണം. അത് ഭയങ്കര തിരക്കായിരിക്കും, ചിലപ്പോൾ തണുത്തതേ കിട്ടുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായി നമ്മൾ കുടിക്കേണ്ടത് നോട്ട് കോൾഡ് എന്ന് എഴുതിയതാണ് നമ്മൾ കുടിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ആ സംസം വെള്ളം നമ്മുടെ ബാഗിലുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ഒരു സ്ഥലത്ത് പോയി സംസം വെള്ളം കുടിച്ച് 2 റക്അത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. ഇനി ഏത് സന്ദർഭത്തിൽ നമുക്ക് ദാഹം ഉണ്ടെങ്കിലും നമുക്കത് കുടിക്കാം, നമ്മുടെ കയ്യിൽ കുറച്ചുണ്ടെങ്കിൽ. അതേപോലെ തേന് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ശിഫയാണ്. മറ്റൊന്ന് കരിഞ്ജീരകം, മരണമല്ലാത്ത എല്ലാറ്റിനും. അത് കരിഞ്ജീരകം ഓയിലായിട്ടും കിട്ടും, കരിഞ്ജീരകമായിട്ടും കിട്ടും. ഇതൊക്കെ നമ്മുടെ ബാഗിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊന്ന്, പ്രമേഹ രോഗികൾ ഗ്ലൂക്കോമീറ്റർ കരുതണം എന്നത് പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ ആ ഹോട്ട് വാട്ടർ ബാഗ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാകുന്ന സാനിറ്റൈസർ, അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ, പിന്നെ ബാൻഡ് എയ്ഡ് നമുക്ക് ഏറെ ഉപകാരം ചെയ്യും. മറ്റൊന്ന്, വെയിലിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അറഫയിൽ നമ്മൾ എത്തി, നല്ല വെയിലായിരിക്കും, എന്നാൽ അവിടെ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആത്മാർത്ഥമുണ്ട് വെയിൽ നിന്നാണെങ്കിൽ വെയിൽ നിന്നാണ്ട് ദ്വാരക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്തിന് വെയിലത്ത് നിൽക്കണം? അപ്പുറത്ത് തണലുണ്ട്, ആ തണലിലേക്ക് മാറി നിൽക്കുക. അതുകൊണ്ട് പരമാവധി ഒരു സ്ഥലത്ത് വലിയ ഒരു മറ കെട്ടിയിട്ട് ആ മറൻ്റെ അടുത്തുകൂടി പോയാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് തണൽ കിട്ടും. അപ്പം പരമാവധി തണൽ. കാരണം 2024 ഹജ്ജിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് ഡീഹൈഡ്രേഷൻ മൂലമാണ്. വെള്ളം അങ്ങ് വറ്റിപ്പോയി. രാജ്യത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അവിടെ നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ്, പക്ഷേ അവർക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചു. അതുകൊണ്ട് ആ ശക്തമായ വെയിലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാസമുറയുമായി ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കണോ വേണ്ടെന്നൊക്കെ, ചില സ്ത്രീകൾക്ക് വളരെ കുറച്ച് ദിവസമേ മാസമുറ ഉണ്ടാവുള്ളൂ. വേറെ ചില സ്ത്രീകൾക്ക് ധാരാളം ദിവസങ്ങളുണ്ടാകും, വേറെ ചില സ്ത്രീകൾക്ക് മാറി മാറി വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ നമ്മളൊരു ഡോക്ടറെ കണ്ട്, നമുക്ക് പരിചയമുള്ള ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നമ്മുടെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനമെടുക്കുക എന്നതാണ് മാസമുറയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്. ആ കാര്യം പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. മറ്റൊന്ന്, മിസ്വാക്ക്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മിസ്വാക്ക് ശീലമാക്കുക.
എന്നത് ഈ ഒരു ഇബാദത്തിൻ്റെ ഇടക്ക് നമുക്ക് ധാരാളം കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞു, ആ പല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നത്. മറ്റൊന്ന്, ചില ആളുകൾക്ക് കാലിനൊരു വിള്ളൽ അനുഭവപ്പെടും. ആ വിള്ളലുള്ള ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ എത്തുമ്പോൾ അതിലേക്ക് പൊടികളൊക്കെ വന്ന് പഴുപ്പ് വരെ വരാനും അവസാനം നടക്കാൻ പറ്റാത്ത വരും. അങ്ങനെയുള്ള ആളുകൾക്ക് സോക്സ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇതിനാവശ്യമായ ക്രീമുകൾ നമ്മൾ വാങ്ങി വെക്കും. ഡോക്ടറെ കാണിക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് ആ വിഷയത്തിൽ നമുക്ക് സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കും. മറ്റൊന്ന്, സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. പല ആൾക്കാരും മാനസികാരോഗ്യം നഷ്ടപ്പെട്ടു, ചാവി കാണുന്നില്ല, വാച്ച് കാണുന്നില്ല, കുട കാണുന്നില്ല, അങ്ങനെ ആകെ പ്രയാസപ്പെടും. അപ്പോൾ ഏതൊരു സ്ഥലത്ത് നമ്മൾ പോയാലും, റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഹറമിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ, ബാത്റൂമിലേക്ക് തിരിച്ചു വരുമ്പോൾ, ആ സമയത്തൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ മറന്നുവോ എന്നൊരു ചോദ്യം അവിടെ നിന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അത് ക്ലിയർ ആക്കുക. ഈ ഒരു ശീലം എല്ലാ സമയത്തും നല്ലതാണ്. ധാരാളം സമയം നമുക്ക് പല കാര്യത്തിൽ നഷ്ടപ്പെടാൻ കാരണം ഇങ്ങനത്തുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയോ മറന്നു വെക്കുകയോ ചെയ്യുന്നതാണ്. അവിടുത്തെ ക്ലോസറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആഴമുള്ള ക്ലോസറ്റാണ്. അപ്പോൾ ആ ക്ലോസറ്റിലേക്ക് ഒരു കണ്ണട വീണാൽ പോയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ നല്ല ശ്രദ്ധ, എന്തെങ്കിലും സാധനങ്ങൾ മറന്നുപോയോ എന്നൊരു ചോദ്യം നമ്മോട് തന്നെ ഉണ്ടാകുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെ കൈ കഴുകുക. ഇപ്പോൾ ഹറമിലാണെങ്കിൽ എക്സലേറ്റർ ഉണ്ടാവും. ഈ എക്സലേറ്ററിൽ നമ്മൾ താഴോട്ടിറങ്ങുമ്പോൾ മുകളിലേക്ക് കയറുമ്പോഴൊക്കെ നമ്മൾ കൈ പിടിക്കും. എക്സലേറ്ററിൻ്റെ സൈഡിൽ ആ സ്ഥലത്ത് പിടിക്കും. അതേ സ്ഥലത്ത് നേരത്തെ ജലദോഷമുള്ള ഒരാൾ പിടിച്ച സ്ഥലമാണത്. അപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വായുജന്യ രോഗങ്ങൾ പരത്തുന്ന അസുഖമുള്ള ഒരാൾ പിടിച്ച സ്ഥലം നമ്മൾ വെച്ചു. ആ കൈ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കൊണ്ടേ മൂക്ക് കൊണ്ടുപോയി വിചാരിക്കുക നേരെ രോഗമാണ് നമുക്ക് കിട്ടി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപക്ഷങ്ങൾ കാറിൽ പോകുമ്പോഴേക്കും ഇത് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലേക്ക് കേൾക്കുന്നത്. നമ്മൾ ഇന്ന് വൈകുന്നേരം ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയി നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി സലാം പറഞ്ഞ് നേരെ വാഷ് ബേസിൻ്റെ അടുത്ത് പോയി ഒന്ന് കൈ കഴുകി നോക്കൂ. നമുക്ക് ധാരാളം അഴുക്കുകൾ പോകുന്നത് കാണാം. ഈ അഴുക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലാണെങ്കിലും ഉംറ യാത്രയിലാണെങ്കിലും ഹജ്ജ് യാത്രയിലാണെങ്കിലും കൈ കണ്ണിലേക്ക്, വായിലേക്ക്, മൂക്കിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ബസ്സിൽ നമ്മൾ ഒരു കമ്പി പിടിച്ച് താഴെ ഇറങ്ങുമ്പോൾ ഡോറ് പിടിച്ചു. ഈ സ്ഥലത്ത് ഒരു രോഗമുള്ള ആൾ പിടിച്ച സ്ഥലത്താണ്. കണ്ണ് രോഗമുള്ള ഒരാൾ പിടിച്ച ആ സ്ഥലത്ത് നമ്മൾ പോയി പിടിച്ചാൽ, ആ പത്രം നമ്മൾ പിടിച്ചാൽ ആ രോഗമാണ് നമ്മുടെ കയ്യിലായി. നമ്മൾ കണ്ണൊന്ന് തോണ്ടി കണ്ണ് രോഗത്തി, അതായത് കണ്ണ് രോഗമുള്ള ആളെ കണ്ണിലേക്ക് നോക്കിയാൽ രോഗം വരില്ല, നമുക്ക് വെറുതെ തോന്നാണ്. ആ രോഗമാണ് നമ്മുടെ കണ്ണിലെത്തണം. ഇതിനൊക്കെയുള്ള അടിസ്ഥാനപരമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇടയ്ക്കിടെ കൈ കഴുകുക. ലോകാരോഗ്യ സംഘടന പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഇടയ്ക്കിടെ കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നത് നമ്മളൊരു ശീലമാക്കണം. മറ്റൊന്ന്, ഉറക്കമര്യാദകൾ. നമ്മൾ ഉറങ്ങേണ്ടത് ഏതോ ഒരു വീഡിയോ കേട്ട് മറിഞ്ഞു വീഴലല്ല, മറിച്ച് ഉറക്കം എന്നതൊരു അമലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഉറങ്ങാൻ തീരുമാനിച്ചാൽ ബ്രഷ് എടുക്കണം, പല്ല് തേക്കണം, ഉദൂ ചെയ്യണം, തിരിച്ചു വന്ന് നമ്മൾ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പായ അത് 3 പ്രാവശ്യം തട്ടണം, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക. നമുക്കറിയാം, അതൊരു ശീലമാക്കുക. അത് നമ്മുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ പടച്ചോൻ്റെ അടുത്ത് ഉന്നതമായ പ്രതിഫലം കിട്ടാനും അനിവാര്യമായ ഗമനം. ഉണർന്നു കഴിഞ്ഞാൽ നേരെ ഉണർന്ന് ഫോണിൻ്റെ അടുത്തേക്ക് പോവല്ല വേണ്ടത്. അവിടെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. കൈ കഴുകണം, മുഖം കഴുകണം, മൂക്കിൽ വെള്ളം ചീറ്റണം. ഇതൊക്കെ ഉണർച്ചയുടെ ഭാഗമായി ചെയ്യേണ്ട കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മറ്റൊന്ന് വൃത്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തൊഹൂറു ശത്രുൽ ഈമാൻ. വൃത്തി എന്ന് പറയുന്നത് ഈമാനിൻ്റെ പകുതിയാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു ബാത്റൂമിൽ കയറി എന്ന് വിചാരിക്കുക. ബാത്റൂമിൽ കയറി തിരിച്ചു വന്നാൽ അടുത്ത ആൾ ആരാണ് ഈ ബാത്റൂം ഉപയോഗിച്ചത്? ഒരു ശാപം നമുക്കിതിന് വരാൻ പാടുണ്ടോ? പ്രത്യേകിച്ച് ഹറമിലൊക്കെ നമ്മൾ മൂത്രമൊഴിക്കാനിരിക്കുക എന്ന് വിചാരിക്കുക. എങ്കിൽ അവിടെ നമ്മുടെ കാണുന്ന ചുറ്റുഭാഗത്ത് കുറച്ച് വൃത്തികേടുണ്ടെങ്കിൽ നമുക്ക് ആ പൈപ്പ് ഉപയോഗിച്ച് നമുക്കൊന്ന് വൃത്തിയാക്കലേ ഹറമല്ലേ അത്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി ഇടപെട്ട ഒരു സ്ഥലം നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് വൃത്തിയാക്കാം. നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. സത്യവിശ്വാസിയുടെ മുഖമുദ്രയാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരൊറ്റ ഫ്ലഷ് കൊടുത്താൽ നമ്മുടെ മലവും മൂത്രമൊക്കെ പോകും. ആ ഫ്ലഷ് മറന്നാൽ അല്ലെങ്കിൽ എൻ്റെ കാര്യം കഴിഞ്ഞു എന്ന ചിന്ത വന്നാൽ അങ്ങനെ നമുക്ക് വരാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
മറ്റൊന്ന് സംസം വെള്ളം. നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോയിൽ ഒന്നിൽ കാണാം നോട്ട് കോൾഡ് എന്ന് പറഞ്ഞാൽ സംസം വെള്ളം അട്ടിക്കട്ടി നിരനിരയായി വെച്ചതിൽ നമുക്ക് നോട്ട് കോൾഡ്, അതായിരിക്കും കൂടുതൽ ആളുകൾക്കും നല്ലത്, തണുത്തത് ഒഴിവാക്കുക എന്നതായിരിക്കും. അതോടൊപ്പം സംസം വെള്ളത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹറമിലേക്ക് പോകുമ്പോൾ ധാരാളം സംസം വെള്ളം കുടിച്ചാൽ ഒരുപക്ഷെ നമുക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് പലപ്പോഴും ഹറമെന്ന് പുറത്തേക്ക് വരുമ്പോഴും റൂമിലുള്ളപ്പോഴൊക്കെയാണ് ധാരാളം വെള്ളം കുടിക്കാൻ നല്ലത്. ഹറമൊന്നും കുടിക്കാം, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബാത്റൂമിൽ പോകാൻ പ്രയാസമായതുകൊണ്ട് അത് ഒഴിവാക്കുകയും എന്നാൽ ധാരാളമായി സംസം വെള്ളം കുടിക്കുകയാണ് വേണ്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകളിൽ കാണാം. അത് അനുഗ്രഹീതമാണ്, അത് വിശപ്പിന് ഭക്ഷണമാണ്, അത് രോഗശമനമാണ്. റസൂലുള്ള പറഞ്ഞതാ. ആർക്കെങ്കിലും മുമ്പ് ചേകനൂർ പറഞ്ഞതുപോലെ സംസം വെള്ളം രോഗശമനമാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് തയ്യാറാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സംസം വെള്ളത്തിനുമായി ബന്ധപ്പെട്ട ഹദീസ് നിഷേധം ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഖണ്ഡനപ്രസംഗങ്ങൾ, സംവാദങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ആർക്കും അത് തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഇവിടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. ധാരാളമായി സംസം ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ചില ആളുകൾ പിന്നെ തലേന്ന് തന്നെ രാത്രി ഉറക്കം ഒഴിച്ച് വിമാനത്തുനിന്ന് ശരിക്കും ഉറക്കം കിട്ടിയില്ല, ശരിക്ക് നമ്മൾ വിചാരിച്ച രൂപത്തിൽ ഭക്ഷണമൊന്നും കിട്ടിയില്ല, ജിദ്ദയിലെത്തി, പിന്നെ മക്കയിലെത്തി, അപ്പോഴേക്കും ആകെ പ്രയാസപ്പെട്ടുണ്ടാവും. ചില ആളുകളൊക്കെ നേരെ ഹറമിലേക്ക് പോകും ഉംറ ചെയ്യാൻ, ഒരു കുഴപ്പമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണെങ്കിൽ നമ്മൾ റൂമിലെത്തി ക്ഷീണം മാറ്റിയ ശേഷം സാവധാനം ഉംറ നിർവഹിച്ചാൽ മതി. കാരണം നമുക്കവിടെ 7 പ്രാവശ്യം ചുറ്റേണ്ടതുണ്ട്, പിന്നെ സഅയുണ്ട്. ഇതൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി നന്നായി പ്രാർത്ഥിച്ചു മനസ്സറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ചാൻസ് പിന്നെ കിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് സ്വസ്ഥമായി ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, നമ്മൾ തവാഫിലും സഅയിലുമൊക്കെ അത് പതിയെ നിർവഹിച്ചാൽ മതി, ധൃതി കാണിക്കേണ്ടതില്ല. ഇനി നമ്മളൊരു 3 തവാഫ് ചെയ്യും, ഭയങ്കര ക്ഷീണം, നമ്മൾ തൊട്ടവിടെ റെസ്റ്റ് എടുക്കുക. നമ്മൾ ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക, റെസ്റ്റ് എടുത്തപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് ഉളു ചെയ്ത് വരിക, ബാക്കി തവാഫ് പൂർത്തിയാക്കുക. ഞാൻ പറയുന്നത്, നമുക്ക് കിട്ടുന്ന അവസരത്തെ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥ ശരിയല്ല എന്ന കാരണത്താൽ നമുക്കത് പൂർണ്ണതയിലെത്തിക്കാൻ തടസ്സമാകാൻ പാടില്ല. അതൊരു പ്രായമുള്ള ആൾക്കാർ തനിയെ പോകരുത്. ഞാൻ ഹറമിൽക്കല്ലേ എന്ന് ഒരു കഴിയാത്തൊരാൾ പോയാൽ ഒരു പക്ഷേ പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ ഒപ്പമുള്ള ആളുകളെ കൂട്ടി ആണ് നമ്മൾ പോകേണ്ടത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഹാൻഡ് ബാഗിൽ നമുക്ക് എപ്പോഴും ധാരാളമായി ഭക്ഷണം കിട്ടുന്നൊരവസ്ഥ ഇല്ലെങ്കിൽ പോലും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ഗ്ലൂക്കോസ് പൗഡർ, അത് ഒറിജിനൽ പാക്കോട് കൂടിയുള്ളതും, ഡ്രിങ്കിങ് വാട്ടർ, നേരത്തെ പറഞ്ഞ സംസം, അതേപോലെ തന്നെ കുട, ക്യാപ്പ്, മാസ്ക്, സൺഗ്ലാസ്, മുസല്ല, ഇതൊക്കെ ഉള്ള ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചാൽ അത് നമുക്ക് തീർച്ചയായും ഈ യാത്രയിൽ ഉപകാരപ്പെടും. മറ്റൊന്ന്, അഡ്ജസ്റ്റ്മെൻറ്റ് പ്രധാനമാണ്. എൻ്റെ തൊട്ടാരും കിടക്കാൻ പാടില്ല, എൻ്റെ തലിൻ്റെ അപ്പുറത്താരും ഇതൊന്നും പറ്റില്ല. കാരണം എയർപോർട്ടിലാകട്ടെ, ഹറമിലാകട്ടെ, റൂമിലാകട്ടെ, എല്ലാ സ്ഥലത്തും അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് മിനയിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, അപ്പുറത്തുപ്പുറത്തൊക്കെ കാരണം ഹജ്ജിന് വന്ന മുഴുവൻ ആളുകളും മിനയിലാണ്, ഹജ്ജിന് വന്ന മുഴുവൻ ആളുകൾ അറഫയിലാണ്. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹജ്ജിന് പോകുന്ന ആൾക്കാർക്ക് അസീസിയയിൽ റൂം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു റൂമിൽ 5 ആൾ. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യ ഒരു സ്ഥലത്തേ പറ്റൂ, അവിടെ അത് നടക്കൂല. അത് കാരണം അത് ആ സംവിധാനം അങ്ങനെയാണ്. അപ്പോൾ ഒരു പക്ഷേ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അവിടെ നമുക്കൊരു കുറേ കുടുംബങ്ങൾക്ക് ഒരു അടുക്കളയായിരിക്കും. ആ അടുക്കളയിൽ നമുക്ക് വിചാരിച്ച സമയത്ത് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ഒപ്പമുള്ളതാരാ? നമ്മൾ ആരോടാ പിണങ്ങുന്നത്? നമ്മളെപ്പോലെ ഹജ്ജ് ചെയ്യാൻ വന്ന ആൾക്കാരാണ് അവർ, ഉംറക്ക് വന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് നമ്മളൊന്ന് പാകപ്പെടുക എന്ന ഒരു വലിയ കാര്യം അതിലൂടെ നടക്കും. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി എപ്പോഴും നമ്മുടെ അടുത്ത് ഉണ്ടാകണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഹറമിലെ നമ്മുടെ സ്ഥലം, നമ്മുടെ സീറ്റ്. നമ്മളൊരു സ്ഥലത്ത് പിന്നെ ഒരു മുസല്ല വെച്ചു, നമ്മൾ ഒതുകൊടുത്ത് നോക്കും, അവിടെ വേറൊരാൾ ഇരിക്കുന്നു, പിന്നെ അയാളുമായിട്ട് തർക്കമായി. വേണ്ട, അയാൾ അറിയാതെ അവിടെ ഇരുന്ന് പോയതായിരിക്കും, എന്നെപ്പോലെ വന്ന ഒരാളല്ലേ, എനിക്ക് പഠിച്ചോ വേറൊരു സ്ഥലം കണ്ടിട്ടുണ്ടാകും, ഓക്കെ അത് മതി. അല്ലെങ്കിൽ നമ്മളിരുന്നു തൊട്ടടുത്ത് ഒരു മുസല്ല അവിടെ വെച്ചു, നമ്മൾ ഒപ്പള്ളാക്കി ഇരിക്കാൻ വേണ്ടി, അയാൾ വന്ന് നോക്കുമ്പോൾ പിന്നെ ഇയാളുമായിട്ട് തർക്കമായി. ആ പിണക്കങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അവിടെ
ഹറമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ സഹോദരനാണ്, അയാൾ ഇബാദത്തെടുക്കാൻ ഒരു പക്ഷേ അയാൾക്കൊരു അബദ്ധം പറ്റിയതാകും, അല്ലെങ്കിൽ ഒരു തെറ്റാകാം, എങ്കിൽ പോലും അയാളുമായി തർക്കിക്കുക എന്നതല്ല. അയാൾക്കിന് തോന്നിപ്പോണം ഇവരോട് ചെയ്ത് ശരിയായില്ല, ഒപ്പമുള്ള ആൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ ചുറ്റി നടന്നിട്ടാണ് അയാൾക്ക് സീറ്റ് കിട്ടിയത്, അയാൾക്ക് തോന്നിക്കോട്ടെ എന്നല്ലാതെ അവിടെ അതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു തർക്കവും പ്രയാസവും അയാളോടൊരു വിദ്വേഷം, പിന്നെ അയാൾ നമ്മൾ കാണുപോലുമില്ല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഹറമിലും ഇതൊക്കെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, വഴികൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മളും ഭാര്യയും കൂടി പോയി നമ്മൾ ആദ്യം ഒന്ന് ചുറ്റിക്കാണുക, നമ്മൾ റൂട്ട് ഇതാണ്, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉറപ്പിക്കുക, ഭാര്യയും ഭർത്താവും പോകുമ്പോൾ രണ്ടാളും രണ്ട് വഴിക്കായി പോകും, ഒരേ സ്ഥലത്ത് കാണൂല, വഴി തെറ്റിപ്പോകുന്ന ഉറപ്പിക്കുക. എന്താ പ്രശ്നം? സംസം വെള്ളം ബാഗിലില്ലേ, ഹറമിലില്ലേ, അത്യാവശ്യം കഴിക്കാനുള്ള ഈത്തപ്പഴം കയ്യിലില്ലേ, പിന്നെന്താ ഈ ഭാഗത്തെടുത്ത് കുത്തിരിക്കന്നെ. ഇനി തിരിച്ചു പോണ്ടേ, നമ്മളൊരു അടയാളം, ഇത്രാമത്തെ ബാത്റൂം, 6ാമത്തെ ബാത്റൂം, 4ാമത്തെ ബാത്റൂം, അല്ലെങ്കിൽ ഇന്ന സ്ഥലം. അതേപോലെ ഒരേപോലെയുള്ള സ്ഥലങ്ങളുണ്ടാവും, പക്ഷെ നമ്പർ വ്യത്യാസം ഉണ്ടാവില്ല. അവിടെ വന്നു, നമ്മൾ കണ്ടില്ല, പടച്ചോനെ എൻ്റെ ഭാര്യനെ കാണുന്നില്ല, നാട്ടിലേക്ക് ഫോൺ ചെയ്തൊന്നും വേണ്ട. അതൊരു പക്ഷേ നമ്മൾ പറഞ്ഞ സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ വഴി തിരിച്ചു വിട്ടു, അവൾ കറങ്ങി മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് കറങ്ങി മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ട് ആരെങ്കിലും ഹറമ പോയിട്ട് വഴി തെറ്റിപ്പോയിട്ട് കാണാതായ അവസ്ഥ ഒന്നും ഇല്ലല്ലോ, തീർച്ചയായിട്ടും നമ്മുടെ റൂമിലെത്തിക്കും. അതുകൊണ്ട് ഇങ്ങനെ മണിക്കൂറുകളോളം സമയം പോക്കരുത് സഹോദരന്മാരെ. നമ്മൾ ഇബാദത്തിലേക്ക് ഇനി കാത്തിക്കാൻ വിചാരിക്കുക, എവിടെ പോയി, ഇവളെവിടെ പോയി, ഞാൻ നേരത്തെ ഒന്നുമല്ല, നേരെ ദിക്ർ ചെല്ലുക, അല്ലാനോട് ദ്വാരക്കുക, പടച്ചോനെ എൻ്റെ ഭാര്യനെ ഇവിടെ എത്തിച്ചേരണേ, മോനെവിടെ എത്തിച്ചേരണേ ഇന്ന് ദ്വാരക്കുക എന്നല്ലാതെ അനാവശ്യമായി നമ്മൾ ഒരിക്കലും അവിടുന്ന് സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് നിങ്ങൾ യാത്രാ വിഭവങ്ങൾ ഒരുക്കുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇസ്ലാമിന് പുറത്തല്ല, അതൊക്കെ ഇസ്ലാമിലുള്ള കാര്യമാണ്. നമ്മൾക്കൊരു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യമായ ഒരുക്കങ്ങൾ, വിഭവങ്ങൾ അടക്കം നമ്മൾ വരുത്തണം. ഫഇന്ന ഖൈറ സാദി തഖ്വ, യാത്രാ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനം തഖ്വയാണ്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്. അപ്പോൾ അതുകൊണ്ട് തഖ്വയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. ആ തഖ്വയുടെ അടിസ്ഥാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. ലാ ഇലാഹ ഇല്ലല്ലയാണ് തഖ്വയുടെ അടിസ്ഥാനം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഉംറക്ക് പോവുകയാണെങ്കിൽ, ഹജ്ജിന് പോവുകയാണെങ്കിൽ 3 മഹാന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ അല്ലേ. മഖാമു ഇബ്രാഹിം, ഖാമ നിന്നു, മഖാം നിന്ന സ്ഥലം, നമ്മുടെ നാട്ടിലൊക്കെ കിടക്കുന്ന സ്ഥലത്തിനാണ് മഖാം എന്ന് പറയാം. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിന്ന സ്ഥലം, അവിടെ 2 റക്അത്ത് നിസ്കാരമുണ്ട്. തവാഫ് കഴിഞ്ഞാൽ, സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കും. ആ നിസ്കാരത്തിന് മുമ്പോ നമസ്കാരത്തിലോ നമസ്കാരത്തിന് ശേഷമോ ഇബ്രാഹിം നബിയെ രക്ഷിക്കണമെന്നൊരു ദുആ ഉണ്ടോ? അഹ്ലുസുന്നത്തി വൽ ജമാ അംഗീകരിക്കുന്ന ആരിറക്കിയ പുസ്തകമാകട്ടെ, നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ പലരും ഇറക്കുന്നുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നിൽ ഇബ്രാഹിം നബി എന്നൊരു വിളിയുണ്ടോ? ഓട്ടെ, ബി ബറക്കത്തി ബി ഹക്കി ബി ജാഹി ഇബ്രാഹിം എന്നൊരു വിളിയുണ്ടോ? ഇല്ല. മിനയിലേക്ക്, ഹജ്ജിൻ്റെ ഭാഗമായി മിനയിലേക്ക് പോകുന്നു. മിനയിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ അള്ളാഹ് കൽപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ അറുക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തയ്യാറായി, പക്ഷേ അറുക്കേണ്ടി വന്നില്ല. ഇത് പലർക്കും അറിയില്ല, ആൾക്കാർ അറുത്തുന്നാണ് വിചാരിക്കുന്നത്. പടച്ചോൻ ഒരു ബലിമൃഗത്തെ ഇറക്കി കൊടുത്തു. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ മിനയിലെ ഏതെങ്കിലും ഒരു ദുആയിൽ ഇസ്മായിൽ നബിയേ എന്നുണ്ടോ? ബി ബറക്കത്തി ബി ഹക്കി ബി ജാഹി ഇല്ല. ഹാജറ ബീബി ഓടി അതേ സ്ഥലത്ത് സഈ നടത്തുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഒരു വിളി ഹാജറ ബീവിയേ എന്നുണ്ടോ? ഇല്ലല്ലോ സഹോദരന്മാരെ. അല്ലെങ്കിൽ ബിബറക്കത്തിഹ ബിഹക്തിഹ ബിജാഹിഹ ഇല്ലല്ലോ. പിന്നെ എവിടുന്ന് വന്നു ബദരീങ്ങളെ എന്ന വിളി? പിന്നെ എവിടുന്ന് വന്നു റസൂലേ എന്ന വിളി? മഹാന്മാരായ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും തള്ളിപ്പറയുന്ന ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അത് നമ്മുടെ ഹജ്ജിനെ ബാധിക്കും, നമ്മുടെ പരലോകത്തെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹാന്മാരായ ഇബ്രാഹിം നബിയോടോ ഇസ്മായിൽ നബിയോടോ ഹാജറ ബീവിയോടോ ഒരു വിളി പോലും ഹജ്ജിലില്ലെങ്കിൽ, ഉംറയിലില്ലെങ്കിൽ സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ റസൂലുള്ളയെ തള്ളിപ്പറയരുത്. ഒരിക്കൽ നമ്മൾ ബദരീങ്ങളെ തള്ളിപ്പറയരുത്. ബദരീങ്ങൾ ദുആ ചെയ്തത് ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ, സഹായം തേടിയ സന്ദർഭം. അതുകൊണ്ട് ഹജ്ജിൻ്റെ മർമ്മം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുക, നേർച്ചകൾ, വഴിപാടുകൾ, തവക്കുലെല്ലാം റബ്ബിന് മാത്രമാവുക എന്നതാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ
അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച ദീനിൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, പടച്ചോനെ മുഹമ്മദ് നബിക്ക് ബറക്കത്ത് കൊടുക്കണം. പിന്നെ എങ്ങനെ അബി ബറക്കത്തിക്കാന്ന് വരിക? റസൂലിന് ബറക്കത്ത് കൊടുക്കണേന്ന് ദ്വാരക്കാതെ നിസ്കാരം പൂർത്തിയാകുമോ? എന്താ സലാത്തിലുള്ളത്? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, പടച്ചോനെ റസൂലുള്ളാഹിക്ക് നീ ബറക്കത്ത് കൊടുക്കണേന്നല്ലേ. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച പള്ളിയാണ് മദീന പള്ളി. ആ മദീന പള്ളി അതും ഹജ്ജും തമ്മിൽ ബന്ധമില്ല. ഹജ്ജിന് നേരത്തെ എത്തുന്നവർ ആദ്യം മദീനയിൽ പോകുന്നു, എന്നിന് ഹജ്ജിന് വരുന്നു. വൈകി എത്തുന്നവർ ആദ്യം ഹജ്ജ് ചെയ്യുന്നു, പിന്നീട് മദീനയിൽ വരുന്നു. മദീന യാത്രക്ക് പ്രാധാന്യമില്ലേ? ഉണ്ട്. മദീന പള്ളിക്ക് പ്രാധാന്യമില്ലേ? ഉണ്ട്. 1000 ഇരട്ടി കൂലിയാണ്. ഹറമിൽ 1,00,000 മദീനയിൽ 1000 ഇരട്ടി കൂലിയാണ്. ആ മദീനയിൽ ആദ്യം റസൂലിൻ്റെ ഖബർ ഉണ്ടായിരുന്നില്ല. റസൂലുള്ള വഫാത്താകും മുമ്പും സ്വഹാബത്ത് മദീനയിൽ വന്നിരുന്നു. റസൂലുള്ള വഫാത്തായതിനു ശേഷം മദീന പള്ളിയോട് തൊട്ട് ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആയിഷ ബീവിയുടെ വീട്ടിൽ പ്രവാചകന്മാർ എവിടെ വെച്ച് മരിച്ചോ അവിടെയാണ് ഖബർ എന്നതുകൊണ്ട് ആ ഖബർ അവിടെയുണ്ട്. ആ ഖബറിൻ്റെ അടുത്ത് നമ്മൾ പോകണം. ഇതിൻ്റെ എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി സ്വലാത്തില്ല, റസൂലിന് വേണ്ടി ദുആരക്കുക, റസൂലിന് വേണ്ടി സലാം ചൊല്ലുക, അതാണ് അവിടെ സംഭവിക്കേണ്ടത്. അതുകൊണ്ട് നബിയോട് നബിയെ രക്ഷിക്കണേ എന്നൊരു വിളി ഇല്ല. പടച്ചോനെ രക്ഷിക്കണേ, പടച്ചോനെ മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണേ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖബർ സിയാറത്താണ് ഇസ്ലാമിലുള്ളത്. നമുക്ക് പരലോകത്തെക്കുറിച്ച് ഓർക്കാൻ, അതേപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി. ഈ അള്ളാഹിൻ്റെ റസൂൽ വഫാത്തായെങ്കിൽ ഞാനും മരിച്ചു പോകുമല്ലോ, റസൂലുള്ളാഹിക്ക് നീ ഗുണം കൊടുക്കണേ, ബറക്കത്ത് കൊടുക്കണേ, റസൂലേന്ന് വിളിച്ചാൽ അതോടുകൂടി കഴിഞ്ഞു. അതുകൊണ്ട് വളരെ അപകടകരമായൊരു കാര്യമാണത്. ആ കാര്യത്തിൽ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് ഹജ്ജ് ബാത്തിലായി പോകുന്നത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഹജ്ജിന് പോകുമ്പോൾ ഒരു മക്കാമിലെത്തി, ആ മക്കാമിൽ മരിച്ചു കിടക്കുന്ന ആൾക്കൊരു നേർച്ച കൊടുത്തു, ഒരാശ്വാസം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. വീട്ടിൽ നൽകിയപ്പോൾ എന്താ പറഞ്ഞത്? ബിസ്മില്ലാ തവക്കൽതു അലല്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെ ഈ ഖബറിലുള്ള ആൾക്കാരെ ഭരമേൽപ്പിക്കൽ? ഖബറിൻ്റെ അടുത്ത് പോകണം, ഖബറാളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാൻ. നേർച്ച ഇബാദത്താണ്, അത് പടച്ചോന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അബദ്ധം വരുന്നത് സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ചില്ലെങ്കിൽ അതൊരു അനീതിയായി പോകും എന്നതുകൊണ്ടാണ് അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തത്. കാരണം ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, 5-ാം അധ്യായത്തിലെ 72-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇബാദത്തുകൾ തകരാറായി പോകുന്ന ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക എന്നതാണ്. ഇതിൽ പറഞ്ഞ ആരോഗ്യ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് കേൾക്കണമെങ്കിൽ ഒന്നുകൂടി കേൾക്കുക. അതോടൊപ്പം ഉംറയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കുക. ഹജ്ജിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ടെൻഷൻ ആവശ്യമേ ഇല്ല. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിളി കേട്ട്, റസൂലുള്ളാഹിയുടെ ആ നിർദ്ദേശം കേട്ടാണ് നമ്മൾ യാത്രയ്ക്ക് തയ്യാറാകുന്നത്. അതുകൊണ്ട് റബ്ബിൻ്റെ സഹായം നമുക്ക് കിട്ടും. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് സന്തോഷമുണ്ടായെങ്കിൽ, നമുക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മുടെ പീസ് റേഡിയോ, അതേപോലെ തന്നെ ജമീൽ ആപ്പ് പോലെയുള്ള നമുക്ക് ദീൻ കൂടുതൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് ആ പ്ലേ സ്റ്റോറിൽ പോയി പീസ് റേഡിയോ അടിച്ചാൽ നമുക്ക് 24 മണിക്കൂറും ഇതേപോലെയുള്ള കാര്യങ്ങൾ കിട്ടും. ജമീൽ ആപ്പിലേക്ക് പോയാൽ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ വീഡിയോ ആയും ഓഡിയോ ആയും എല്ലാം ദിക്റുകളും ദുആകളും ഒക്കെ സ്വഹീഹായത് ക്രോഡീകരിച്ചിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉംറയാത്ര നിയ്യത്ത് വെച്ചിട്ടുള്ള, ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള എല്ലാവർക്കും അത് ഭംഗിയായി പൂർത്തിയാക്കി ആ ഇബാദത്ത് കൊണ്ട് എന്താണോ റബ്ബ് ഉദ്ദേശിച്ചത് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, മറ്റുള്ളവരെ അതിനു വേണ്ടി പ്രേരിപ്പിക്കാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് അള്ളാഹുവോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.